ഗുഡ് മോർണിംഗ് ഓൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ബേസ് ഗേറ്റുകൾ, യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷനെ കുറിച്ച്, അതുപോലെ IC ട്രെയിനർ കിറ്റിനെ കുറിച്ച്, ലോജിക് ഗേറ്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ലോജിക് ഗേറ്റുകളിൽ അവയുടെ സിമ്പൽ, പിൻ ഡയഗ്രം, ട്രൂത്ത് ടേബിൾ, ഓരോ ലോജിക് ഗേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള IC നമ്പർ എന്നീ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ഇനി ആ ഗേറ്റുകളിൽ ഏതൊക്കെയാണ് ബേസിക് ഗേറ്റുകൾ, ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റുകൾ, എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്നീ കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ബേസിക് ഗേറ്റുകൾ എന്ന് നോക്കാം, ഏതൊക്കെയാണ് അവയെന്ന് പരിശോധിക്കാം. ബേസിക് ഗേറ്റുകൾ: ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഈ മൂന്ന് ഗേറ്റുകളാണ് ബേസിക് ഗേറ്റുകളായിട്ട് അറിയപ്പെടുന്നത്. ആൻഡ് എന്ന് പറയുമ്പോൾ 7408 എന്ന IC രൂപത്തിൽ ലഭ്യമാവുന്ന ഗേറ്റാണ്. ഓർ ഗേറ്റ് ആവുമ്പോൾ 7432, 7404 എന്ന നമ്പറിലാണ് നോട്ട് ഗേറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ മൂന്ന് ഗേറ്റുകളാണ് ബേസിക് ഗേറ്റുകൾ. ഈ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഗേറ്റുകളെ നാൻഡ് ഗേറ്റ് ആയാലും നോർ ഗേറ്റ് ആയാലും XOR ആയാലും XNOR ആയാലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ആൻഡ് ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് നാൻഡ് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതേസമയം ഓർ ഗേറ്റും നോട്ട് ഗേറ്റും ആണെങ്കിൽ നമുക്ക് നോർ ഗേറ്റും നിർമ്മിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ബേസിക് ഗേറ്റുകൾ: ആൻഡ്, ഓർ, നോട്ട്. ഇനി യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്താണെന്ന് നോക്കാം. നാൻഡ്, നോർ, ഈ രണ്ട് ഗേറ്റുകളാണ് യൂണിവേഴ്സൽ ഗേറ്റ്. അതിൻ്റെ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി കൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി? ഈ ഗേറ്റ് ഉപയോഗിച്ചിട്ട്, ഉദാഹരണത്തിന് നാൻഡ് ഗേറ്റ് കയ്യിലുണ്ടെങ്കിൽ ആ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഗേറ്റുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അവയിൽ പല രൂപത്തിൽ കണക്ഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള ബേസിക് ഗേറ്റുകളും നാൻഡ് കൊണ്ട് അടുത്ത യൂണിവേഴ്സൽ ഗേറ്റായ നോർ ഗേറ്റും XORും XNORും തുടങ്ങിയ എല്ലാ ഗേറ്റുകളും ഒരൊറ്റ IC കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരൊറ്റ ഗേറ്റ് കൊണ്ട് തന്നെ, നാൻഡ് ഗേറ്റ് കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നോർ ഗേറ്റ് ഉപയോഗിച്ചും ബാക്കിയുള്ള ഗേറ്റുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബേസിക് ഗേറ്റ് ആകുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഗേറ്റുകൾ, ഉദാഹരണത്തിന് മുകളിൽ പറഞ്ഞു ആൻഡ് പ്ലസ് നോട്ടാണ് നാൻഡ്, അതുപോലെയാണ് നമുക്ക് ബാക്കിയുള്ളത് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സൽ ഗേറ്റ് ആകുമ്പോൾ ഒരൊറ്റ ഗേറ്റ് മതി, ഒരൊറ്റ IC മതി. നാൻഡ് ഗേറ്റിൻ്റെ IC ഉപയോഗിച്ച് ബാക്കിയുള്ള ഗേറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് അതിൻ്റെ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി. അടുത്തത് ബേസിക് ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബാക്കിയുള്ള ഗേറ്റ്, അഥവാ ഇവിടെ ആൻഡ് ഗേറ്റ് അതുപോലെ നോട്ട് ഗേറ്റും കൂടി ചേർന്ന് നാൻഡ് ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ 7408 എന്ന പേരിൽ അറിയപ്പെടുന്ന IC ആണ്, അല്ലെങ്കിൽ ഗേറ്റാണ് ആൻഡ് ഗേറ്റ്. 7408 ആൻഡ് ഗേറ്റ്. ആ ആൻഡ് ഗേറ്റും അതിലേക്ക് 7404 നമ്പറിലുള്ള നോട്ട് ഗേറ്റും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രൂപത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് നാൻഡ് ഗേറ്റിൻ്റെ റിസൾട്ടായിരിക്കും.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു നാൻഡ് ഗേറ്റ്. അഥവാ എ ബി എന്നീ രണ്ട് ഇൻപുട്ടുകളെ ഒരു ആൻഡ് ഗേറ്റിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, ആൻഡ് ഗേറ്റിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എ ഡോട്ട് ബി അല്ലെങ്കിൽ എ ആൻഡ് ബി എന്നാണ് ലഭിക്കുന്നത്. ഈ റിസൾട്ടാണ് ഇനി അടുത്ത നോട്ട് ഗേറ്റിന് ഒരൊറ്റ ഇൻപുട്ടാണ് ഉണ്ടായിരിക്കുക. നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണോ നോട്ട് ഗേറ്റിൽ ഇൻപുട്ടിൽ കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ലഭിക്കുക. അതുപ്രകാരം നമുക്ക് ലഭിക്കുക എ ഡോട്ട് ബി ബാർ എന്നുള്ള റിസൾട്ടായിരിക്കും. ഈ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഒരു നാൻഡ് ഗേറ്റിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്യൂട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഈ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ട് ലഭിക്കുന്നത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നാൻഡ് ഗേറ്റ് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ഗേറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഉദാഹരണം കാണിച്ചതാണ് ബാക്കിയുള്ള ഗേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആൻഡ് പ്ലസ് നോട്ട് ഈസ് ഈക്വൽ ടു നാൻഡ് എന്നുള്ള രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം ആൻഡ് ഗേറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 0 0 രണ്ട് ഇൻപുട്ടും ലോ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫ് കണ്ടീഷനിലാവുമ്പോൾ ഔട്ട്പുട്ട് 0 തന്നെയാണ് ആൻഡ് ഗേറ്റിന്. ആൻഡ് ഗേറ്റിനെ സംബന്ധിച്ച് രണ്ട് ഇൻപുട്ടും ഹൈ ആയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ രണ്ടും 1 ആയെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിൽ 1 എന്നുള്ള അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ റിസൾട്ട് 1 ലഭിക്കുകയുള്ളൂ. അതാണ് ആൻഡ് ഗേറ്റ്. അതും അതിലേക്ക് ഒരു നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ലഭിക്കുക. 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ 1. അതായത് സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ തന്നെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രൂപത്തിലുള്ള ഗേറ്റ്. അതുകൊണ്ടാണ് അതിനെ ഇൻവെർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 എന്നുള്ള കണ്ടീഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഗേറ്റുകൾ തമ്മിൽ മുമ്പ് പറഞ്ഞ പ്രകാരം യോജിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക നാൻഡ് ഗേറ്റാണ്. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നാൻഡ് ആവുമ്പോൾ എന്താണോ ആൻഡിൽ ലഭിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നാൻഡിൽ ലഭിക്കുക. ഇവിടെ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ആൻഡിൽ ലഭിച്ചിരിക്കുന്ന ഔട്ട്പുട്ടുകൾ. 0 0ൽ 0 ലഭിച്ചു. അതേസമയം ഇവിടെ 0 0ൽ 1 ആണ് ലഭിച്ചത്. 0 1ൽ 0, അവിടെ ഈ സമയം 0 1ൽ 1 തന്നെയാണ് നേരെ ഓപ്പോസിറ്റ്. 1 0ലും 0 ആണ്, പക്ഷേ ഇവിടെയും 1 ആണ്. ഇനി 1 1ൽ 1 ആണ്, ആ സമയത്ത് ഇവിടെ 1 1ൽ 0 എന്ന കണ്ടീഷനിലേക്ക് പോകുന്നു. ചുരുക്കത്തിൽ എന്താണോ ആൻഡ് ഗേറ്റ് തരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് നൽകുന്ന ഒരു ഗേറ്റാണ് നാൻഡ് ഗേറ്റ്. ഇനി നെക്സ്റ്റ് അടുത്ത ബേസിക് ഗേറ്റ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റും നോട്ട് ഗേറ്റും ഉപയോഗിച്ചിട്ട് നോർ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു രൂപമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 7432 എന്നാണ് ഓർ ഗേറ്റിൻ്റെ നമ്പർ. 7432. നോട്ട് ഗേറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 7404. ഈ രണ്ട് ഗേറ്റുകൾ തമ്മിൽ ഈ രൂപത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എയും ബിയും ഇൻപുട്ട് കൊടുക്കുന്നു. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഓർ ബി അല്ലെങ്കിൽ എ പ്ലസ് ബി എന്നാണ്. അത് ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എ പ്ലസ് ബി ഓൾ ബാർ എന്നുള്ള രൂപത്തിൽ ലഭിക്കുന്നു. ഈ എ പ്ലസ് ബി ഓൾ ബാർ തന്നെയാണ് ഒരു നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കണമെങ്കിൽ ഈ രൂപത്തിൽ രണ്ട് ഗേറ്റുകൾ അഥവാ ഓർ ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർ ഗേറ്റ് ലഭിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സെയിം ആണ്, എ പ്ലസ് ബി ഓൾ ബാർ അത് തന്നെയാണ് ഒരു നോർ ഗേറ്റിൻ്റെയും ഔട്ട്പുട്ട്. അപ്പോൾ അതാണ് ഈ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. നോർ ഗേറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 7402 എന്നാണ്. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം ഓർ ഗേറ്റിൻ്റെതാണ്. 0 0ൽ 0, 0 1ൽ 1, 1 0ൽ 1, 1 1ൽ 1. അഥവാ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞെങ്കിൽ
അതിൻ്റെ ഔട്ട്പുട്ടും 1 ലഭിക്കുന്നു. ഏതെങ്കിലും ഒന്ന് തന്നെ 1 ആയാൽ മതി. ആ രൂപത്തിലാണ് OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. നോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും യോജിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ആ രൂപത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NOR ഗേറ്റാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. ഇനി ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ നോക്കുക, 0 0ൽ 0 ആണ്. അതേസമയം ഇവിടെ 0 0ൽ 1 ആണ് ലഭിച്ചിരിക്കുന്നത്. 0 1ൽ 1 ആണ്. ഇവിടെ ആ സമയത്ത് 0 1ൽ 0 ആണ്. ഇവിടെ 1 ലഭിച്ചപ്പോൾ ഇവിടെ 0, അവസാനം 1 1ൽ 1 ലഭിച്ചപ്പോൾ അപ്പോൾ ഇവിടെ 0 ആണ്. എന്താണോ OR ഗേറ്റ് തരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് NOR ഗേറ്റ് തരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ 2 ബേസിക് ഗേറ്റുകൾ ഉപയോഗിച്ച് യൂണിവേഴ്സൽ ഗേറ്റുകൾ നിർമ്മിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടത്. ആൻഡ് പ്ലസ് നോട്ട് ഈസ് ഈക്വൽ ടു നാൻഡ് എന്നും OR പ്ലസ് നോട്ട് ഈസ് ഈക്വൽ ടു NOR എന്നും ലഭിക്കുന്നു. അവ ലഭിക്കാൻ ആവശ്യമായ സർക്യൂട്ടുകളാണ് ഈ സർക്യൂട്ടും അതുപോലെ ഇതിനു മുമ്പ് കണ്ട ഈ സർക്യൂട്ടും. ഇനി നമ്മുടെ രണ്ടാമത്തെ വർക്കായിട്ട് വരുന്നത്, ഇപ്പോൾ പറഞ്ഞത് ബേസിക് ഗേറ്റുകളുടെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സർക്യൂട്ടുകളാണ്. അവ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ഇനിയുള്ള രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് റിയലൈസേഷൻ ഓഫ് ഗേറ്റ്സ് യൂസിങ് NOR ഗേറ്റ്. ഈ വർക്ക് എന്ന് പറയുന്നത് NOR ഗേറ്റിൻ്റെ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി തെളിയിക്കാനുള്ള എക്സ്പെരിമെൻ്റാണ്. നാം പറഞ്ഞു കഴിഞ്ഞു, NOR അതുപോലെ NAND എന്നിവ യൂണിവേഴ്സൽ ഗേറ്റാണ്. അവ ഉപയോഗിച്ച് ബാക്കിയുള്ള ഗേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, റിയലൈസേഷൻ ഓഫ് ഗേറ്റ്സ് യൂസിങ് NOR ഗേറ്റ്. NOR ഗേറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഗേറ്റുകൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എയിം ടു വെരിഫൈ ദ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ഓഫ് NOR ഗേറ്റ്. അതുതന്നെയാണ് പറഞ്ഞത്, NOR ഗേറ്റിൻ്റെ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി അഥവാ അവ ഉപയോഗിച്ച് ബാക്കിയുള്ള ഗേറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കുമോ, ആ റിസൾട്ട് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ്. അത് ചെക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള സർക്യൂട്ടാണ്, എക്സ്പെരിമെൻ്റാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ കമ്പോണൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ്, ഈ വർക്ക് ചെയ്യാൻ ആവശ്യമായ കമ്പോണൻസ് 7402 എന്ന IC, അതാണ് NOR ഗേറ്റിൻ്റെ IC. ആ IC ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 7402 ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ്, കണക്റ്റിംഗ് വയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി തിയറി പാർട്ടിൽ കറക്റ്റ് പറയുന്നുണ്ട്, നോട്ട് യൂസിങ് NOR ആണ്. അതെങ്ങനെ ചെയ്യാം, ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് താഴെ കാണിക്കുന്നുണ്ട്. നോട്ട് യൂസിങ് NOR, അതുപോലെ OR ഗേറ്റ് യൂസിങ് NOR, AND ഗേറ്റ് യൂസിങ് NOR, NAND ഗേറ്റ് യൂസിങ് NOR. ചുരുക്കത്തിൽ ഈ NOR ഉപയോഗിച്ചിട്ട് ഈ 4 ഗേറ്റുകളാണ് നാം ക്രിയേറ്റ് ചെയ്യുന്നത്. നോട്ട് ഗേറ്റ്, OR ഗേറ്റ്, AND ഗേറ്റ്, NAND ഗേറ്റ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ടേബിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓരോന്നായിട്ട്. ഇനി ഓരോ സർക്യൂട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നോട്ട് യൂസിങ് NOR ആണ്. NOR ഗേറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നോട്ട് ഗേറ്റ് നിർമ്മിക്കാം. അപ്പോൾ ഇതാണ് ഒരു NOR ഗേറ്റ് ഈ രൂപത്തിൽ. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 7402 ആണ്. അപ്പോൾ ഈ 7402 എന്നുള്ള NOR ഗേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നോട്ട് ഗേറ്റ് നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ NORന് പ്രത്യേകതയുണ്ട്, ബാക്കിയുള്ള ഗേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിൻ്റെ പിൻ ഡയഗ്രാം അതിൽ നോക്കിക്കഴിഞ്ഞാൽ 1 എന്നുള്ളതാണ് അതിൻ്റെ ഔട്ട്പുട്ടും 2 3 എന്നീ 2 പിന്നുകൾ ഇൻപുട്ടായിരിക്കും. ബാക്കിയുള്ള ഗേറ്റുകളിലെ 1 2 ഇൻപുട്ട് 3 ഔട്ട്പുട്ട് എന്ന രൂപത്തിലാണ്. പക്ഷേ NOR ഗേറ്റ് മാത്രമാണ് ഇതിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത്. അവിടെ 1 ആണ് ഔട്ട്പുട്ട്, 2ഉം 3ഉം ഇൻപുട്ടാണ്. ചുരുക്കത്തിൽ ഈ 2 ഇൻപുട്ട് പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ൽ നിന്ന് 3ലേക്ക്, അതിൻ്റെ പിൻ നമ്പർ 2ൽ നിന്ന് 3ലേക്ക് ഒരു വയർ ഷോർട്ടാക്കി അല്ലെങ്കിൽ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഇൻപുട്ടായിട്ട് അത് വർക്ക് ചെയ്യുന്നു.
അതിലേക്ക് നാം ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നു. കാരണം നോട്ട് ഗേറ്റിന് ഒറ്റ ഇൻപുട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ നോർ ഗേറ്റിന് 2 ഇൻപുട്ടുകളുണ്ട് സ്വാഭാവികമായിട്ടും, എയും ബിയും. അപ്പോൾ അത് തമ്മിൽ ഒറ്റ കണക്ഷൻ ആക്കിയിട്ട് അവ തമ്മിൽ യോജിപ്പിക്കുക. പിൻ നമ്പർ 2ൽ നിന്ന് 3ലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടി ഒറ്റ കണക്ഷനായി. അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റായി ലഭിക്കുക. അതായത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ 0 ലഭിക്കുന്നു. ഇനി സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണെങ്കിൽ ഔട്ട്പുട്ട് 1 ലഭിക്കുന്നു. അതായത് ഈ നോർ ഗേറ്റ് നോട്ട് ഗേറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് വർക്ക്. നോർ ഗേറ്റ് എങ്ങനെയാണ് നോട്ട് ഗേറ്റ് ആക്കുന്നത്? അതിൻ്റെ 2 ഇൻപുട്ടുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുക, ഒറ്റ കണക്ഷനായി കൊടുക്കുക. അതിലേക്കൊരു ഇൻപുട്ട്, ഒരു സ്വിച്ച് കണക്ട് ചെയ്യുക. ഔട്ട്പുട്ട് 1ൽ നിന്ന് ഒരു LED കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ വരുമ്പോൾ ഔട്ട്പുട്ട് സ്വിച്ച് ഓൺ ആക്കണ്ട, ഓഫ് കണ്ടീഷനിൽ തന്നെ LED ഗ്ലോ ചെയ്യുന്നു, LED കത്തുന്നു. ഇനി എപ്പോഴാണോ അത് ഓൺ ചെയ്യുന്നത് അപ്പോൾ LED ഓഫ് കണ്ടീഷനിലേക്കും വരുന്നു. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇൻപുട്ടുകൾ രണ്ടും തമ്മിൽ ഷോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ്. 2ൽ നിന്ന് 3ലേക്ക് ഒരു വയർ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നോട്ട് യൂസിങ് നോർ. അതിൻ്റെ ടേബിൾ കാണിച്ചിരിക്കുന്നത് എ എന്നുള്ള സ്വിച്ച് ഇൻപുട്ടായിരിക്കുമ്പോൾ, അത് ഓഫായിരിക്കുമ്പോൾ ഔട്ട്പുട്ട് A' ആയിരിക്കും. അതായത് LED 1 ആയിരിക്കും. ഇനി അത് ഓൺ കണ്ടീഷനാക്കി കഴിഞ്ഞാൽ LED ഓഫ് കണ്ടീഷനിലേക്കും വരുന്നു. അതാണ് നോട്ട് യൂസിങ് നോർ. നെക്സ്റ്റ് ഓർ യൂസിങ് നോറാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത്, ഇവിടെ നമ്മളെ കയ്യിലുള്ള നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, നോറിന് പ്രത്യേകതയുണ്ട്. ഒരു ഓർ പ്ലസ് നോട്ട് കൂടി ചേർന്നാൽ ശരിക്ക് ഒരു നോർ ലഭിക്കും. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർ പ്ലസ് നോട്ട് ഈക്വൽ ടു നോർ എന്നുള്ള രൂപത്തിൽ ലഭിക്കുന്നുവെന്ന് ഇതിനു മുമ്പുള്ള സർക്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോറാണ്. അപ്പോൾ അതിലൊരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, നോറിൽ ശരിക്കും എന്തുണ്ട്? ഒരു നോട്ട് അടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഓർ പ്ലസ് നോട്ടാണ് നോറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നോറിൽ ഒരു നോട്ടുള്ളതുകൊണ്ട് അതിലേക്ക് ഒരു നോട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, നോറിലേക്ക് 2 നോട്ട് കൊടുത്ത്, ഓൾറെഡി നോട്ടുണ്ട്, അതിലേക്ക് ഒരു നോട്ട് ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓറായിട്ട് വർക്ക് ചെയ്യുന്നു. കാരണം ഓർ പ്ലസ് നോട്ട് പ്ലസ് നോട്ട്, അപ്പോൾ 2 നോട്ട് വന്നു കഴിഞ്ഞാൽ 2 നോട്ട് തമ്മിൽ ക്യാൻസൽ ആവുന്നു. ആൻസർ ഓർ എന്ന രൂപത്തിൽ ലഭിക്കുന്നു. അതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഈ നോർ ഗേറ്റിലേക്ക് ഒരു നോട്ട് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോർ ഗേറ്റാണ്. അപ്പോൾ ആദ്യം നോർ ഗേറ്റിന് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നു, നോർ ഗേറ്റ്. ആ നോർ ഗേറ്റിലേക്ക് ഒരു നോട്ട് ഗേറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നോർ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു നോർ ഗേറ്റിൽ 4 ഐസികളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ 5ഉം 4ഉം 5ഉം 6 എന്നുള്ള ഭാഗം എടുത്തു. 4ഉം 5ഉം 6ഉം ഷോർട്ട് ചെയ്തു. നേരത്തെ ഫസ്റ്റ് ഫിഗറിൽ പറഞ്ഞു 1 2 ഷോർട്ട് ചെയ്തു, 2 3 ഷോർട്ട് ചെയ്തു, 1ൽ നിന്ന് റിസൾട്ട് എടുത്തു. അതിന് തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ. അതുപോലെ 5ഉം 6ഉം ഷോർട്ട് ചെയ്തു, 4ൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു നോട്ട് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നോർ ഗേറ്റാണ് ഇവിടെ ഷോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ നോർ പ്ലസ് ഇത് നോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന നോറാണ്. അങ്ങനെ ആവുമ്പോൾ ഫൈനൽ റിസൾട്ട് നമുക്ക് ഈക്വൽ ടു ഓർ എന്ന് ലഭിക്കുന്നു. അങ്ങനെ ആവുമ്പോൾ ഇവിടെ നോക്കാം, എ ബി എന്നീ 2 ഇൻപുട്ടുകൾ. ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് നോറാണ്. നോറായതുകൊണ്ട് A+B ഹോൾ ബാറാണ്. അതാണ് അടുത്ത നോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുന്നത്. നോട്ട് മീൻസ് നോറ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നോട്ട് ഗേറ്റ് കൊടുക്കുമ്പോൾ
എന്താണോ നോട്ടിൽ ഇൻപുട്ട് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. ഫൈനൽ റിസൾട്ട് A+B എന്ന് ലഭിക്കുന്നു. അതായത് A+B ബാർ ഡബിൾ ബാർ വരും. അങ്ങനെ വരുമ്പോൾ A+B എന്ന് ലഭിക്കുന്നു. അതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ അവിടെ കാണിച്ചിരിക്കുന്നത്. 0 0 0 0 1 1. ചുരുക്കത്തിൽ ഒരു ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ അതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി ആൻഡ് ഗേറ്റ് ഉണ്ടാക്കുകയാണ്. എന്തുപയോഗിച്ച്? നോർ ഗേറ്റ് ഉപയോഗിച്ച്. ഇവിടെ ആകുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നോർ ഗേറ്റിന് ഒരു ഐസിക്കുള്ളിൽ 4 ഗേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ആദ്യത്തെ ഗേറ്റ് എടുത്തിട്ട് ഈ രൂപത്തിൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ട് ഗേറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ ബാർ ലഭിക്കുന്നു. അതുപോലെ അതിന് രണ്ടാമത്തെ ഗേറ്റായ 4 5 6 എടുത്തിട്ട് 5ഉം 6ഉം അതിൻ്റെ ഇൻപുട്ട് പിന്നുകൾ ഷോർട്ട് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ബി എന്നുള്ളത് ഇവിടെ B ഡാഷ് ആയിട്ട് ലഭിക്കുന്നു. ഇനി അതാണ് അതിൽ തന്നെയുള്ള ആ ഐസിയിൽ തന്നെയുള്ള അടുത്ത നോർ ഗേറ്റിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ 89 എന്ന 2 പിന്നുകൾ ഇൻപുട്ടായിട്ടും 10 ഔട്ട്പുട്ടുമാണ്. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എ ബാറാണ്, ഇവിടെ വന്നിരിക്കുന്നത് ബി ബാറാണ്. അപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ, പിന്നെ ഇത് നോർ ഗേറ്റ് ആയതുകൊണ്ട് അതിനൊരു ബാറും കൂടെ ഉണ്ടാവും. അപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്ന് ലഭിക്കുന്നു. എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കേണ്ടത് ഈ ബാർ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ എ ബാർ എക്ക് 2 ബാർ ഉണ്ടാവും. ഈക്വൽ ടു എ എന്നുള്ള റിസൾട്ട് ലഭിക്കുന്നു. ഇനി പ്ലസ് ആണ്. പ്ലസ്സിന് ഒരൊറ്റ ബാറാണുള്ളത്, കോംപ്ലിമെൻ്റ് ആണുള്ളത്. അപ്പോൾ പ്ലസ് ബാർ ചെയ്യുമ്പോൾ അതിന് ഇൻറ്റു ആയിട്ട് മാറുന്നു. എ ഇൻറ്റു കോംപ്ലിമെൻ്റ് ആകുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായി മാറുന്നു. ബി ബാറാണ്, 2 ബാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതും ബി എന്ന രൂപത്തിൽ ലഭിക്കുന്നു. അങ്ങനെ ഫൈനൽ റിസൾട്ട് A.B അല്ലെങ്കിൽ A×B എന്ന് ലഭിക്കുന്നു. അതാണ് ആൻഡ് ഗേറ്റ് യൂസിങ് നോർ. അതിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നാൻഡ് ഗേറ്റ് ആണ്, യൂസിങ് നോറാണ്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത്രയും ഭാഗം. ഇപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞ സർക്യൂട്ട്, അതായത് ആൻഡ് യൂസിങ് നോറാണ്. അതിലേക്ക് ഒരു നോട്ട് ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി? നാൻഡ് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതുവരെയുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് ആൻഡ് യൂസിങ് നോറാണ്. ഇനി അതിലേക്ക് ഈ നോർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു നോട്ട് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ നാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ആൻഡ് യൂസിങ് നോറിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് ഇതായിരുന്നു, A.B ആയിരുന്നു. അതിലേക്കൊരു നോട്ട് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫൈനൽ റിസൾട്ട് A.B ഓൾ ബാർ എന്ന രൂപത്തിൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു. അതിൻ്റെ ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് 4 അതർ ഗേറ്റുകൾ നിർമ്മിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ തിയറി ഭാഗങ്ങളാണ് ഇപ്പോൾ വിശദീകരിച്ച് കഴിഞ്ഞത്. ആദ്യം നോർ ഉപയോഗിച്ചിട്ട് നോട്ട് ഗേറ്റ്, പിന്നെ ഓർ ഗേറ്റ്, ശേഷം ആൻഡ്, അവസാനമായിട്ട് നാൻഡ് എന്നീ രൂപങ്ങളിൽ അതിന് വേണ്ട കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ടുകളാണ് നാം ഡിസ്കസ് ചെയ്തത്. അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഇതേപോലെ നാൻഡ് ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റാണ്. നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബാക്കിയുള്ള ഗേറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അഥവാ നാൻഡ് ഗേറ്റിൻ്റെ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നോർ ചെയ്തതുപോലെ ടു വെരിഫൈ ദ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ഓഫ് നാൻഡ് ഗേറ്റ്. അപ്പോൾ ചെയ്യാൻ ആവശ്യമായിരിക്കുന്നത് 7400 എന്നുള്ള IC ആണ്. അതാണ് നാൻഡ് ഗേറ്റിൻ്റെ IC. ട്രെയിനർ കിറ്റും അതുപോലെ കണക്റ്റിംഗ് വയേഴ്സും വേണം. അതിൻ്റെ തിയറി പാർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് നോട്ട് ഗേറ്റാണ് നാൻഡ് ഉപയോഗിച്ചിട്ട്, അതുപോലെ ആൻഡ് ഗേറ്റാണ് നിർമ്മിക്കേണ്ടത്.
നെക്സ്റ്റ് ഓർ ഗേറ്റ് അതുപോലെ നിർമ്മിക്കേണ്ടതുണ്ട്, നോർ ഗേറ്റും. ഇവയൊക്കെ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഇവിടെ പറയുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾസ് ഇവിടെയുണ്ട്. അപ്പോൾ ആദ്യം നോട്ട് ഗേറ്റ് യൂസിങ് നാൻഡ് ആണ്. നാൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നോട്ട് ഗേറ്റ് നിർമ്മിക്കാം. അപ്പോൾ നാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു നോർ ഉപയോഗിച്ചിട്ടുള്ള വർക്ക്. അതേപോലെ തന്നെ ഇവിടെയും 2 ഇൻപുട്ടുകൾ തമ്മിൽ തന്നെയാണ് ഷോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു യൂണിവേഴ്സൽ ഗേറ്റിൻ്റെ 2 ഇൻപുട്ട് പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവ നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ പിൻ നമ്പർ 1ഉം 2 ആണ്. കാരണം 1ഉം 2 ആണ് നാൻഡ് ഗേറ്റിൻ്റെ, അതായത് 7400 എന്ന IC-യുടെ ഇൻപുട്ട് പിന്നുകൾ. അവ തമ്മിൽ ഷോർട്ട് ചെയ്തിരിക്കുന്നു. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ കൊടുക്കുന്ന എ എന്നുള്ള ഇൻപുട്ട് റിസൾട്ടിൽ A' ആയിട്ട് മാറുന്നു. 3ൽ ഒരു LED ഘടിപ്പിച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ കഴിയുന്നു. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ. 0 കൊടുത്തപ്പോൾ അല്ലെങ്കിൽ സ്വിച്ച് 0-ലായിരിക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കുമ്പോൾ 0 എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ നോർ ഉപയോഗിച്ചിട്ടായാലും നാൻഡ് ഉപയോഗിച്ചിട്ടായാലും 2 യൂണിവേഴ്സൽ ഗേറ്റുകളാണ്. അവ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവ ഇൻപുട്ട് പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്നാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആൻഡ് യൂസിങ് നാൻഡ് ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് നാൻഡ് ഗേറ്റ് ആണ് 7400. അപ്പോൾ ഒരു നാൻഡ് ഈസ് ഈക്വൽ ടു ആൻഡ് പ്ലസ് നോട്ടാണ്. ഒരു നോട്ട് അതിൽ അടങ്ങിയിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു നോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ആൻഡ് പ്ലസ് നോട്ടാണല്ലോ ഒരു നാൻഡ്. ഇതിലേക്ക് ഒരു നോട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവ തമ്മിൽ ക്യാൻസൽ ആയിട്ട് ഫൈനൽ റിസൾട്ട് ആൻഡ് എന്നുള്ള രൂപത്തിൽ ലഭിക്കുന്നു. അതുതന്നെയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ആൻഡ് യൂസിങ് നാൻഡ്. ആദ്യം ഡയറക്റ്റായിട്ട് നാൻഡ് ഗേറ്റ് ഇവിടെ കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ട് ഒരു നോട്ട് ഗേറ്റിലേക്ക് കടത്തി വിട്ടു. നോട്ട് ഗേറ്റ് പതിവ് പോലെ നാൻഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നോട്ട് ഗേറ്റാണ്. അതിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫൈനൽ റിസൾട്ട് ഈ രൂപത്തിൽ ലഭിച്ചു. ഇവിടെ എ ബി 2 ഇൻപുട്ടുകൾ. ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A.B ഹോൾ ബാർ ആയിരുന്നു. അത് ഒരു നോട്ട് ഗേറ്റിലൂടെ അഥവാ നാൻഡ് ഗേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ടപ്പോൾ റിസൾട്ട് A.B, അതായത് A.B ഡബിൾ ബാർ വന്നിരുന്നു. അത് ക്യാൻസലായിട്ട് A.B എന്നുള്ള റിസൾട്ട് ലഭിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അഥവാ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഓർ യൂസിങ് നാൻഡ് ആണ്. നാൻഡ് ഉപയോഗിച്ച് എങ്ങനെ ഓർ നിർമ്മിക്കാം, ഓർ ഗേറ്റ്. അപ്പോൾ ഓറിന് ഒരു IC-യിൽ 4 ഗേറ്റുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഗേറ്റ് എടുത്തിട്ട് ഈ രൂപത്തിൽ 1, 2 ഷോർട്ട് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കൊടുക്കുന്ന A എന്നുള്ള ഇൻപുട്ട് ഇവിടെ A' ആയി മാറുന്നു. രണ്ടാമത്തെ ഇതിൽ B ഇവിടെ B' ആയി മാറുന്നു. ഇനി മൂന്നാമത്തെ ഗേറ്റിലേക്ക് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ A' ഇൻപുട്ട് വരുന്നു, B' ഇൻപുട്ട് വരുന്നു. A' ഇൻറ്റു B' ഓൾ ഡാഷ് ആണ് വരുന്നത്. അത് A+B ആയിട്ട് മാറുന്നു. അഥവാ A' ഇൻറ്റു B' ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു ഇവിടെ A' ആണ്, അത് A ആയിട്ട് മാറുന്നു. പിന്നെ ഇൻറ്റുവിന് അല്ലെങ്കിൽ A.ന് ഡാഷാണ് വരുന്നത്, അതുകൊണ്ടത് പ്ലസ് ആയിട്ട് മാറുന്നു, A+. ഇനി B' ആണ്, അത് B ആയിട്ട് മാറുന്നു. ഫൈനൽ റിസൾട്ട് A+B അഥവാ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അവസാനം നോർ യൂസിങ് നാൻഡ് ആണ്. നാൻഡ് ഉപയോഗിച്ച് അങ്ങനെ നോർ ഉണ്ടാക്കാം. ഇപ്പോൾ നാം ചെയ്തു കഴിഞ്ഞ സർക്യൂട്ട് ഇതുവരെ തൊട്ട് മുമ്പ് പറഞ്ഞ സർക്യൂട്ടാണ്. ഓർ യൂസിങ് നാൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിച്ചത് A+B ആയിരുന്നു. അത്
ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ടു. നാൻഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ടപ്പോൾ റിസൾട്ട് A+B ഓൾ ബാർ എന്ന രൂപത്തിൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു. അതാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നാൻഡ് ഗേറ്റിൻ്റെ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി. അപ്പോൾ ചുരുക്കത്തിൽ നാം നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടും നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടും ബാക്കിയുള്ള ഗേറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് സർക്യൂട്ടുകൾ അഥവാ നോർ ഗേറ്റിൻ്റെയും നാൻഡ് ഗേറ്റിൻ്റെയും യൂണിവേഴ്സൽ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനുള്ള രണ്ട് എക്സ്പെരിമെൻറ്റ്സാണ് പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്.